ശക്തമായ വനിതാ യുവനിരയെ വിന്യസിപ്പിക്കാൻ കോൺഗ്രസ് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് കോൺഗ്രസും UDFും ഏറ്റവും പുതിയ നീക്കങ്ങൾ അണിയറയിൽ കരുതിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു 30 C ക്ലാസ് മണ്ഡലങ്ങളും ശക്തരായ യുവനിരയുടെ സ്ഥാനാർത്ഥിത്വവും. ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് ഈ യുവനിരയിൽ തന്നെയുള്ള വനിതാ യുവത്വങ്ങളെയാണ്. CPMന്റെ വിദ്യാർത്ഥി യുവജന നേതാക്കളെല്ലാം വെറും CPM ന്യായീകരണ തൊഴിലാളികളായി പരിഹാസ്യ കഥാപാത്രങ്ങളായി മാറുമ്പോൾ ക്രിയാത്മകമായ ഇടപെടലുകളിലൂടെ പൊതുജനങ്ങൾക്ക് മുന്നിൽ വലിയ സ്വീകാര്യത അനുഭവിക്കുന്നവരാണ് കോൺഗ്രസിലെ യുവ നേതൃത്വങ്ങൾ. അതുമാത്രമല്ല, കേരളത്തിലെ ഏത് മണ്ഡലങ്ങളിലും അവർ സുപരിചിതരുമാണ്. മുൻപ് CPM വനിതാ നേതാക്കൾക്ക് പ്രാതിനിധ്യം കൊടുത്തിരുന്നുവെങ്കിൽ ഇന്ന് കോൺഗ്രസ് ഇക്കാര്യത്തിൽ മുന്നിട്ട് നിൽക്കുന്നുമുണ്ട്. ജബി മേത്തർ, ഷാനിമോൾ ഉസ്മാൻ, ബിന്ദു കൃഷ്ണ, അലിപ്പറ്റ ജമീല, രമ്യ ഹരിദാസ് തുടങ്ങിയ മുതിർന്ന നേതാക്കളുടെ പിൻബലത്തോടെയാണ് യുവത്വങ്ങളായ 6 വനിതാ താരങ്ങളെ നമ്മളിപ്പോൾ ഇവിടെ പരിചയപ്പെടുത്തുന്നത്. ഒന്നാമതായി മുൻ ജനകീയ നേതാവായ ഉമ്മൻചാണ്ടിയുടെ മകളായ അച്ചു ഉമ്മനാണ്. സജീവ രാഷ്ട്രീയത്തിലേക്ക് താനില്ല എന്ന് പറഞ്ഞ് തൻ്റെ സഹോദരനും പുതുപ്പള്ളി MLAയുമായ ചാണ്ടി ഉമ്മന് പിന്തുണ പ്രഖ്യാപിച്ച് നിലനിന്നിരുന്ന അച്ചു ഉമ്മൻ്റെ രാഷ്ട്രീയ പ്രവേശനമാണ് ഇപ്പോൾ സംജാതമാകുന്നത്. സോഷ്യൽ മീഡിയയിൽ ഒരു ഫാഷൻ ഐക്കൺ എന്ന നിലയിൽ നിറഞ്ഞു നിൽക്കുന്ന അച്ചു ഉമ്മൻ സംസ്ഥാന കോൺഗ്രസ് നേതൃത്വവും ദേശീയ കോൺഗ്രസ് നേതൃത്വവും ഉമ്മൻചാണ്ടിയുടെ പിൻഗാമിയായി ഈ യുവത്വത്തിൻ്റെ വരവ് ഏറെ പ്രതീക്ഷയോടെയാണ് സ്വാഗതം ചെയ്യുന്നത്. കേരളത്തിൽ ഏത് മണ്ഡലത്തിൽ നിർത്തിയാലും, CPMന്റെ പൊന്നാപുരം കോട്ടയിൽ തന്നെ കൊണ്ട് നിർത്തിയാലും അവിടെയൊക്കെ അച്ചു ഉമ്മൻ കുതിച്ചു കയറും എന്നത് ഉറപ്പാണ്. രണ്ടാമതായി ആൻ സെബാസ്റ്റ്യൻ. കഴിഞ്ഞ ദിവസം നമ്മൾ ആൻ സെബാസ്റ്റ്യന്റെ അനന്തമായ സാധ്യതകളെക്കുറിച്ച് വിലയിരുത്തി. എവിടെ നിർത്തിയാലും ജയിക്കുകയും ചെയ്യും. ചാനൽ ചർച്ചകളിലൂടെയും വിദ്യാർത്ഥി സമര പോരാട്ടങ്ങളിലൂടെയും നിറഞ്ഞു നിൽക്കുന്ന ആൻ സെബാസ്റ്റ്യൻ ചങ്ങനാശ്ശേരി മണ്ഡലത്തിൽ മത്സരിക്കുമെന്നാണ് അറിയുന്നത്. മൂന്നാമതായി യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ ജനറൽ സെക്രട്ടറിയായ വിദ്യാ ബാലകൃഷ്ണനെ നോക്കാം. കോഴിക്കോട് കോർപ്പറേഷൻ പോലുള്ള ഒരു CPM ഉരുക്കുകോട്ടയിൽ നിന്നും കോർപ്പറേഷൻ കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട വിദ്യാ ബാലകൃഷ്ണൻ മുൻപ് പറഞ്ഞവരെ പോലെ തന്നെ ഉന്നത വിദ്യാഭ്യാസ യോഗ്യത നേടിയ വ്യക്തിത്വമാണ്. കോൺഗ്രസ് ദേശീയ നേതൃത്വങ്ങളോട് ഏറെ അടുത്തു നിന്ന് പ്രവർത്തിച്ചിട്ടുള്ള വ്യക്തിയാണ് ഈ വിദ്യാ ബാലൻ. മലബാർ ബെൽറ്റിലെ തന്നെ ഏതെങ്കിലും ഇടത് കോട്ടയിൽ വിദ്യയെ സ്ഥാനാർത്ഥിയാക്കിയാൽ അനായാസേന ആ മണ്ഡലം പിടിച്ചെടുക്കാൻ കഴിയുമെന്ന് കോൺഗ്രസ് നേതൃത്വം വിലയിരുത്തുന്നു. അടുത്തത് ജ്യോതി വിജയകുമാറാണ്. 2 ആഴ്ച മുമ്പ് വളരെ വിശദമായി തന്നെ നമ്മൾ ജ്യോതിയെ പരിചയപ്പെട്ടു കഴിഞ്ഞു. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും കേരള സന്ദർശനം നടത്തുമ്പോൾ അവരുടെ പ്രസംഗം മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്യുക എന്ന കർമ്മം നിർവഹിച്ചതിലൂടെ രാഹുലിൻ്റെയും പ്രിയങ്കയുടെയും പ്രശംസ പിടിച്ചു വാങ്ങാനും ഇന്ത്യ ഒട്ടാകെ അറിയപ്പെടാനും ഈ ചെറുപ്രായത്തിലെ ജ്യോതി വിജയകുമാറിന് കഴിഞ്ഞു. 2016 ചെങ്ങന്നൂരിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ജ്യോതിയുടെ പേര് പരിഗണിക്കപ്പെട്ടിരുന്നുവെങ്കിലും പിതാവ് വിജയകുമാറിനായിരുന്നു അന്ന് അവിടെ ചാൻസ്. 2026 തെരഞ്ഞെടുപ്പ് ജ്യോതി വിജയകുമാർ അവിടെ സ്ഥാനാർത്ഥിയാകണമെന്നാണ് പൊതുവെയുള്ള ചർച്ച. ഈ പട്ടികയിലെ അടുത്ത ആൾ അരിത ബാബുവാണ്. CPMന്റെ കായംകുളം പോലുള്ള കുത്തക മണ്ഡലത്തിൽ CPMന്റെ യു പ്രതിഭയ്ക്കെതിരെ ശക്തമായ മത്സരം കാഴ്ചവെച്ച അരിത കേവലം 3000 വോട്ടുകൾക്കാണ് അന്ന് അവിടെ പരാജയപ്പെട്ടതെങ്കിലും അവിടെ അവർക്ക് വൻ സ്വീകാര്യത ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഏറ്റവും താഴെത്തട്ടിൽ ജീവിതം പുലർത്തുന്ന അരിത ഒരു ക്ഷീര കർഷക കൂടിയാണ്. അതിൽ നിന്നും കിട്ടുന്ന വരുമാനം കൊണ്ട് കുടുംബം പുലർത്തിപ്പോന്ന ഈ യുവ വനിതയെ പാൽക്കാരി എന്ന് വിളിച്ച് അധിക്ഷേപിച്ച ഇടതന്മാർക്ക് ഒരു മധുര പ്രതികാരം തീർക്കാൻ അവിടെ സീറ്റ് നൽകുമെന്ന് ഉറപ്പാണ്. നിലവിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ഉപാധ്യക്ഷയായി പ്രവർത്തിക്കുകയാണ് ഇപ്പോൾ. അതുമാത്രമല്ല, ബ്ലോക്ക് പഞ്ചായത്ത് പ്രതിനിധി കൂടിയാണ് അവിടെ. പട്ടികയിലെ അവസാന പേര് ഡോക്ടർ സോയ ജോസഫാണ്. സമൂഹ മാധ്യമങ്ങളിലെ ഇടപെടലും വിവിധ വിഷയങ്ങൾ ആഴത്തിൽ പഠിച്ചുകൊണ്ടുള്ള പ്രതികരണങ്ങളും ജനങ്ങൾക്ക് സുപരിചിതമായ സോയ ജോസഫ് തൃശ്ശൂർ ജില്ലക്കാരിയാണ്. ഒരു അധ്യാപിക കൂടിയാണ്. തൃശ്ശൂർ ജില്ലയിലെ ഏതെങ്കിലും ഇടത് കോട്ടയിലാവും സോയയെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാക്കുക. അവിടെ തികച്ചും അനായാസേന ജയിച്ചു കയറാൻ ഡോക്ടർ സോയയ്ക്ക് കഴിയുമെന്നാണ് UDFന്റെ വിലയിരുത്തൽ. ഈ പട്ടികയിൽ ദീപ്തി മേരി വർഗീസ്, KA തുളസി, PR സോന പോലുള്ള വിജയസാധ്യതയുള്ള വനിതാ നേതൃത്വങ്ങൾ ഇനിയുമുണ്ട്. എന്നിരിക്കലും സമയത്തിൻ്റെ പരിമിതി മൂലം
അവരെ മറ്റൊരവസരത്തിൽ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നതാണ്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെൽ ഐക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്.